തിരുവനന്തപുരം വർക്കലയിൽ വൃദ്ധമാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് പൂട്ടിയ സംഭവം കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലവിൽ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മകളായ സിജിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേസ്. അയിരൂർ സ്വദേശികളായ സദാശിവൻ, ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത്. അതിനോടൊപ്പം മലയാളികൾ ഒന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയം മക്കൾക്ക് ഇത്തരത്തിൽ സ്വത്ത് എഴുതി നൽകി കിടപ്പാടം പോലും വിറ്റ് ഓഹരി നൽകിയതിനൊക്കെ ശേഷം ഇത്തരത്തിൽ ആട്ടിയോടിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ആ അമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള നിലവിളിയിൽ 1000 അർത്ഥങ്ങളുണ്ട്. താൻ പോറ്റി വളർത്തിയ മകൾ തന്നെ പടിയടച്ച് പുറത്താക്കിയതിനുള്ള മനോവിഷമം, അവസാന കാലം ഞങ്ങളെ മക്കൾ നോക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചതിലുള്ള തീരാ ദുഃഖം, മക്കൾക്ക് സ്വത്തുക്കൾ അല്ലെങ്കിൽ പണമൊക്കെ നൽകുമ്പോൾ നമുക്കും ഒരു കച്ചിത്തുരുമ്പ് ബാക്കി വെച്ചിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ആ അമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. ആ വാക്കുകളിൽ തന്നെയുണ്ട് ആ വൃദ്ധമാതാപിതാക്കളുടെ സർവ്വ ദുഃഖവും. ആ അച്ഛന്റെ മനസ്സിലും തീർച്ചയായും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത മനോവിഷമം അലയടിക്കുന്നുണ്ടാകും. സമാനമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല. ഇവിടെ മകൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട 79 വയസ്സുള്ള അച്ഛൻ സദാശിവൻ ക്യാൻസർ രോഗിയാണ്. 73 വയസ്സുള്ള അമ്മ സുഷമയാകട്ടെ ഹൃദ്രോഗത്തിന് ചികിത്സയിലുമാണ്. നിലവിൽ മറ്റു മക്കളും ഏറ്റെടുക്കാതെ വന്നതോടെ ഈ മാതാപിതാക്കളെ ആദ്യം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും പിന്നീട് നിലവിലിപ്പോൾ ഒരു ബന്ധുവീട്ടിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നുവെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അയിരൂർ പോലീസ് എത്തി മാതാപിതാക്കളെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മകൾ വാതിൽ തുറക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കൂടി പറഞ്ഞാലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ. മാതാപിതാക്കൾ അവരുടെ പേരിലുള്ള വീട് വിറ്റ്, അതായത് അവർ താമസിച്ചു വന്ന അവരുടെ പേരിൽ അവകാശമുള്ള വീട് വിറ്റ് 35 ലക്ഷം രൂപ മകൾക്ക് നൽകിയിരുന്നുവെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. അത്തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് മാതാപിതാക്കളും മകളും തമ്മിൽ നടന്നിരുന്നു. സ്വന്തം വീട് വിറ്റ് പോയതിനാൽ തന്നെ മകളുടെ വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നതും. ഒരു ഘട്ടത്തിൽ വീട് വിറ്റ് നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് മകളുടെ ഇത്തരമൊരു ക്രൂരമായ നിലപാടിന് കാരണമായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ കളക്ടറേറ്റിൽ സബ് കളക്ടർ മുൻപാകെ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ മാതാപിതാക്കൾക്ക് ആ പണം തിരികെ നൽകണമെന്നും ഇരുവരെയും വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിക്കണമെന്നും ഉത്തരവാകുകയായിരുന്നു. ഈ ഉത്തരവുമായി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മാതാപിതാക്കളെ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഗേറ്റ് അകത്തു നിന്നും മകൾ സിജി പൂട്ടിയിടുന്നത്. ഇതിനു മുൻപും ഈ മാതാപിതാക്കളെ നിരവധി തവണ ഇത്തരത്തിൽ വീട്ടിൽ